സെക്കൻഡ് പാർട്ടാണ് കാറ്റർപില്ലറിൻ്റെ. കാറ്റർപില്ലർ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഈ കളറാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഒരിട്ടും കൂടി എന്തായാലും കേൾക്കാം. ഇച്ചിരി ടഫാണെന്നേ ഉള്ളൂ. എല്ലാം എന്താ ഇങ്ങനെയാണ്. ലാസ്റ്റ് ഒരു പഞ്ച് ഞാൻ കൊടുത്തു. വേണമെങ്കിൽ വെറൈറ്റി റെയിൻബോ കളർ എടുക്കാം. ഞാൻ ഫസ്റ്റ് ഇവിടെ റെയിൻബോ കളേഴ്സ് തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ റെയിൻബോ കളർ എടുക്കണമെങ്കിൽ ഫസ്റ്റ് അത് കഴിഞ്ഞിട്ടൊന്ന് കളർ പ്രസ് ചെയ്യണം. ഞാൻ ചായ കുടിച്ചിട്ട് ചായ സൂപ്പർ ചായയാണ്. അപ്പം എന്താ കളർഫുൾ ആണെങ്കിൽ ഈ സാധനം വെള്ളത്തിൽ മുക്കിയിട്ട് നല്ല രീതിക്ക് ഇതാ ഇങ്ങനൊന്ന് സ്ക്രബ് ചെയ്യും. അപ്പോൾ വെള്ളം ഉള്ളതൊക്കെ വരും. അപ്പോൾ നമ്മൾ അടി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ നേരത്തെ പോലെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് ഇടണമെങ്കിൽ കാണാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ചെറിയ സ്മോൾ വ്ളോഗ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാനെല്ലാം സ്മോൾ തന്നെ എടുത്തിട്ട് ഇങ്ങനൊന്ന് കളറാണ് നമ്മൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ ഇത് വെള്ളം മൊത്തം വാങ്ങി അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ടൈമായിട്ട് ചെയ്യുവാണേ. ഞാൻ ഡ്രോയിങ് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും എൻ്റെ പാരൻസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാറ്റർപില്ലറിൻ്റെ ഫസ്റ്റ് ആണ്. ഒരു വട്ടം കൂടി ലാസ്റ്റ് ഞാൻ ഫസ്റ്റ് ചെയ്തു. ഫസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടായിരിക്കും സെറ്റായി. ഇനി നമുക്ക് വേറൊരു കളർ എടുക്കണം. അതുകൊണ്ട് ഞാനിത് പിരിഞ്ഞു. ഇത് ഞാൻ ഫോർ കിഡ്സാണേ. അല്ലെങ്കിൽ വേണമെങ്കിൽ വലിയവർക്കും ചെയ്യാം. വലിയവർക്ക് ഇത് ഈസി ആയിരിക്കുമല്ലേ ഫേസ്. അല്ല വലിയവരുടെ കയ്യിലുള്ളൊരു സാധനം. അപ്പം പെറിഞ്ഞിവിടെ എടുത്തിട്ടുണ്ട് സാധനം. നെക്സ്റ്റ് കളർ ഐ ചൂസ് ഓറഞ്ച് ആൻഡ് യെല്ലോ. സെക്കൻഡ് പഞ്ച് ചെയ്തു ഗൈസ്. ബെസ്റ്റ് കളറായി. എന്നാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് രീതി നമ്മൾ ചെയ്യുന്നു. സെക്കൻഡ് കളർ വി ആർ ഗോയിങ് ടു ദ ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ. ഞാൻ തേർഡായിട്ട് എടുക്കുന്നത് ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ ആണ് ഇവിടെ. അപ്പം നമ്മളെന്തോ ചീനെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ഓക്കെ ഗൈസ് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പഠിച്ചാൽ നമ്മൾ ലൈറ്റ് ഗ്രീനും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഡാർക്ക് ഗ്രീനും കൂടി സെറ്റാക്കണം. എല്ലാ കളറും കൂടി രണ്ടിട്ട് എന്നിട്ട് 3 ഞാൻ കൊടുക്കുന്നുള്ളൂ ഗൈസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് 4 5 ഒക്കെ കൊടുക്കാം. ഇനി നമ്മുടെ ബ്ലാക്ക് സ്കെച്ച് എടുത്തിട്ട് ആദ്യം വരച്ചതിന് ഒരു കണ്ണ്, ഒരു മുകളിൽ 2 കൊമ്പ്. ഞാൻ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ബട്ട് ഫസ്റ്റ് ഇതൊക്കെ ഇടില്ലോയി ഗൈസ്. ആ പേപ്പർ ഇപ്പോൾ എവിടെയാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് പുറയിൽ ഒരു വാല് വരച്ച് കൊടുക്കുക. എന്നിട്ട് കാറ്റർപില്ലറിന് കാല് വരച്ച് കൊടുക്കണ്ടേ. ഉറുമ്പിൻ്റെ പോലത്തെ കാലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഒരു കാല് 3 കാല് വരച്ച് കൊടുത്തു ഞാൻ. വീണ്ടും ഒരു കാല്, വീണ്ടും ഒരു കാല് സെറ്റായി. അപ്പം ഇതാണ് നമ്മുടെ കളിച്ചിട്ടാണ്. ലാസ്റ്റായിട്ട് കുറേ വർക്ക്സ് ഇനിയുണ്ട്. അപ്പോൾ ഞാനൊരു സർക്കിൾ വരച്ചിട്ടു, ഒരു ഹാർട്ട് സൈഡിൽ വരച്ചു. പിന്നെ ഇവിടെ 3 ക്രാക്സിൻ്റെ ഇതുപോലത്തെ
ഇച്ചിരി കളർ അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലെയും കൊടുത്തു. ഇനി ഈ താഴെ ഹാർട്ട് ഇങ്ങനെ വരിയായിട്ട് വരച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് നമ്മളാണെങ്കിൽ സൈഡിലൊരു സ്ക്വയർ വരയ്ക്കുന്നു. ഇവിടെ കുഞ്ഞു മിനുക്കുകൾ വരയ്ക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് കാണാമോ ഇല്ലൊന്നും എനിക്കറിയത്തില്ലേ. ഇനി നമ്മളുടെ കളറീസ് ഏത് കളർ എടുക്കും? ഏത് കളർ എടുക്കും നമ്മള്? നമുക്ക് സർക്കിളിന് നമ്മളെ ബ്ലൂ കളറാണ് ഞാൻ സർക്കിൾ ഓർത്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ആണ് നമ്മളെ സ്ക്രാച്ച്. ഫസ്റ്റ് സ്ക്രാച്ചിനോട്ട്, സെക്കൻഡ് സ്ക്രാച്ചിന് ഡാർക്ക് ഗ്രീൻ, തേർഡ് സ്ക്രാച്ചിന് ഓറഞ്ച് ആണ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കളറിന്ന് മീൻസ് മറ്റേ ഡോറിൻ്റെ പോലെ നമ്മൾ വെച്ചില്ലേ, അതിന് നമ്മൾ സ്ക്വയറിന് ബ്ലൂ ഡാർക്ക് പെർപ്പിളായിടാ, പെർപ്പിളായി പെർപ്പിൾ ചെയ്തു. എന്നിട്ട് വീണ്ടും വെള്ളത്തിനൊക്കെ ഈ ആപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ കോൺ. ഹാർട്ട് വേണമെങ്കിൽ നിങ്ങൾ പെയിൻറ് വെച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതാണ്ട് ഈ ഓറഞ്ചാണ് ഞാൻ ഇവിടെ നമ്മുടെ ഹാർട്ട് ചേട്ടനെ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓറഞ്ച് കൊടുത്തു ഞാൻ. എന്നിട്ട് നമ്മളൊരു ഡാർക്ക് പിങ്ക് ആക്കിയിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഹാർട്ടിന് വെച്ചു. നെക്സ്റ്റ് കളർ ഒരു യെല്ലോ. ദേഹം കഴുകി സാരി ഉടുക്കുമ്പോഴത്തേക്ക് എന്നിട്ട് ദേഹം കഴുകി ഡ്രസ് ഇട്ട് മേക്കപ്പ് ഇട്ട് കൺമഷി എഴുതി റെഡി ആയിക്കോ. ഇതാണ് എൻ്റെ ഫൈനലോ. വേണേ നിങ്ങൾക്ക് ഇതും കഴിഞ്ഞിട്ടും കുറേ സംഭവങ്ങൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.